നമസ്കാരം. ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയായിരുന്നു ഒസാമ ബിൻ ലാദൻ. ഇന്നത്തെ കാലത്തും ഒസാമ ബിൻ ലാദന്റെ മരണശേഷവും കോട്ടിട്ട ഒസാമ ബിൻ ലാദൻ ഉണ്ട്. അത് അസീം മുനീറാണ്. പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ എന്ന് സ്വയം വിളിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് അഹങ്കാരിയായ അസീം മുനീർ ഇന്ത്യക്ക് നേരെ ആണവ ആയുധ ഭീഷണി മുഴക്കിയത്. അസീം മുനീറിന് ഇത് പറയാനുണ്ടായ ധൈര്യം അത് നിസ്സാരമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ കോട്ടിട്ട ഒസാമ ബിൻ ലാദൻ അസീം മുനീറിന് ഇത് പറയാനുള്ള ഒരു ചരിത്രമുണ്ട്. അത് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ പെങ്ങാട്ടിരി എഴുതിയൊരു ലേഖനം വളരെ പ്രസക്തമാണ്. അതിലെ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് സംസാരിക്കാം. അമേരിക്കൻ പ്രതിരോധ വിദഗ്ധനും മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥനുമായ മൈക്കൽ റൂബിൻ ദി നാഷണൽ ഇൻട്രസ്റ്റ് മാസികയിൽ എഴുതിയ ലേഖനത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ സ്യൂട്ട് ധരിച്ച ഒസാമ ബിൻ ലാദൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ച് US സെൻട്രൽ കമാൻഡ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഞങ്ങളെ തകർത്താൽ ലോകത്തിന്റെ പകുതിയും നശിപ്പിച്ചേ ഞങ്ങൾ അടങ്ങുമെന്ന് ജനറൽ മുനീർ ഭീഷണി മുഴക്കിയതായി മൈക്കൽ റൂബിൻ തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ ആരോപണം ഒരു സൈനിക മേധാവിയുടെ കേവലം പ്രകോപനപരമായ പ്രസ്താവന എന്നതിലുപരി പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ പരീക്ഷിച്ചുറപ്പിച്ച ഒരു ആണവ നയത്തിന്റെ ഏറ്റവും പുതിയതും അപകടകരവുമായ പ്രകടനവുമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ ആണവ ബ്ലാക്ക്മെയിലിന്റെ ചരിത്രം മനസ്സിലാക്കാൻ 4 പതിറ്റാണ്ട് പിന്നോട്ട് അഭ്യൂഹങ്ങളിൽ നിറഞ്ഞ ആ രഹസ്യ സൈനിക ദൗത്യത്തിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യം അറിയേണ്ടത് ഓപ്പറേഷൻ കഹൂട്ടയെ കുറിച്ചാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം പുല്ല് തിന്നേണ്ടി വന്നാലും നമ്മൾ ബോംബുണ്ടാക്കുമെന്ന അന്നത്തെ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പ്രഖ്യാപനത്തോടെയാണ് പാകിസ്ഥാൻ ആണവായുധ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ശാസ്ത്രജ്ഞനായ AQ ഖാന്റെ നേതൃത്വത്തിൽ കഹൂട്ടയിലെ ഖാൻ റിസർച്ച് ലബോറട്ടറീസിൽ ആണവ ബോംബ് നിർമ്മാണം പുരോഗമിച്ചു. ഇത് ദക്ഷിണേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. അതേസമയം പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെ ഒരു ഇസ്ലാമിക് ബോംബായാണ് ഇസ്രയേൽ കണ്ടത്. 1981 ഇറാഖിന്റെ ഒസിറാഖ് ആണവ നിലയം ഓപ്പറേഷൻ ഓപ്പറ വഴി ഇസ്രായേൽ വിജയകരമായി ബോംബിട്ട് തകർത്തത് അവരുടെ ശേഷി ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരുന്നു. 1980കളുടെ തുടക്കത്തിൽ പാകിസ്ഥാന്റെ ആണവ പദ്ധതി തകർക്കാൻ ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായി ഒരുങ്ങിയെന്ന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല എങ്കിലും ശക്തമായ സാഹചര്യ തെളിവുകൾ ഈ നീക്കത്തിന് വിശ്വാസ്യത നൽകുന്നു. ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ അഡ്രിയാൻ ലെവി, കാത്തറിൻ സ്കൗട്ട് ക്ലാർക്ക് എന്നിവർ ചേർന്ന് എഴുതിയ ഡിസെപ്ഷൻ പാകിസ്ഥാൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദ ഗ്ലോബൽ വെപ്പൻസ് കോൺസ്പിറസി എന്ന പുസ്തകത്തിലാണ് ഈ ദൗത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായ വിവരങ്ങളുള്ളത്. പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ പ്രകാരം 1982നും 1984നും ഇടയിൽ ഇന്ത്യയുടെ റോയും ഇസ്രായേലിന്റെ മൊസാദും രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തി. ഇസ്രായേലിന്റെ F-16, F-15 യുദ്ധവിമാനങ്ങൾ ഗുജറാത്തിലെ ജാംനഗർ വ്യോമത്താവളത്തിൽ നിന്നും ഇന്ധനം നിറച്ച് പറന്നുയർന്ന് കഹൂട്ടയിലെ ആണവ നിലയം നശിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതി. 1984 മാർച്ചിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ സംയുക്ത ദൗത്യത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയതായും പുസ്തകം അവകാശപ്പെടുന്നു. പദ്ധതി നടപ്പാക്കാതെ പോയതെങ്ങനെ? എന്നാൽ ആ പദ്ധതി നടക്കാതെ പോയതെങ്ങനെയാണ്? ഇത്രയും ധീരമായ ഒരു പദ്ധതി നടപ്പിലാകാതെ പോയതിന് പിന്നിൽ പല സങ്കീർണമായ കാരണങ്ങളുണ്ട്. പാകിസ്ഥാന്റെ പ്രത്യാക്രമണ ഭീഷണിയായിരുന്നു ഒന്ന്. ഈ രഹസ്യ നീക്കം മണത്തെറിഞ്ഞ പാകിസ്ഥാൻ തങ്ങളുടെ ആണവ തന്ത്രം ആദ്യമായി പ്രയോഗിച്ചു. 1983 വിയന്നയിൽ നടന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സമ്മേളനത്തിനിടെ പാക് ആണവോർജ കമ്മീഷൻ ചെയർമാൻ മുനീർ അഹമ്മദ് ഖാൻ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ തലവൻ ഡോക്ടർ രാജാരാമണ്ണയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഹൂട്ട ആക്രമിക്കപ്പെട്ടാൽ അവിടുത്തെ ലക്ഷ്യം മുംബൈയിലെ ജനസാന്ദ്രമായ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ ആയിരിക്കും. ഈ ഭീഷണി ഇന്ത്യയെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിച്ചു. പിന്നീടുള്ളത് അമേരിക്കയുടെ ഇടപെടലാണ്. സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാനിസ്ഥാനിൽ പോരാടാൻ അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ സഹായം അത്യാവശ്യമായിരുന്നു. ഇന്ത്യ ഇസ്രായേൽ ആക്രമണം പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുമെന്ന് ഭയന്ന അമേരിക്ക ഈ നീക്കത്തിൽ ഇടപെട്ടതായി പറയപ്പെടുന്നു. CIA ഈ വിവരം പാക് പ്രസിഡന്റ് സിയ ഉൽ ഹക്കിന് ചോർത്തി നൽകിയെന്നും പാകിസ്ഥാന്റെ അന്നത്തെ സൈനിക ഉപമേധാവിയായിരുന്ന ജനറൽ KM ആരിഫ് തന്റെ ആത്മകഥയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ആക്രമണ പദ്ധതിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി എഴുതിയതും ഈ വാദത്തിന് ബലം നൽകുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധമാണ് മറ്റൊന്ന്. ഈ ചർച്ചകളും സമ്മർദ്ദങ്ങളും തുടരുന്നതിനിടെ 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്. ഇത് വലിയ തിരിച്ചടിയായി നീക്കത്തിന്. പിൻഗാമിയായി എത്തിയ രാജീവ് ഗാന്ധി മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇത്രയും അപകടകരമായ ഒരു സൈനിക നീക്കത്തിനും മുതിർന്നില്ല. തുടർന്ന് വന്നതാണ് ഓപ്പറേഷൻ ബ്രാസ് ടാക്സും AQ ഖാന്റെ തുറന്നു പറച്ചിലും. കഹൂട്ട സംഭവം കഴിഞ്ഞ് അധികം വൈകാതെ
1986-87 കാലത്ത് പാകിസ്ഥാന്റെ ആണവ ഭീഷണി കൂടുതൽ പരസ്യമായി. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ബ്രാസ് ടാക്കസ് എന്ന കൂറ്റൻ സൈനിക അഭ്യാസം ഇരു രാജ്യങ്ങളെയും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു. ഈ പ്രതിസന്ധിക്കിടെയാണ് പാക് ആണവ പദ്ധതിയുടെ പിതാവായ എക്യു ഖാൻ ഇന്ത്യൻ പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാർക്ക് നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ കൈവശം ആണവ ബോംബ് ഉണ്ടെന്ന് ആദ്യമായി ലോകത്തോട് പരോക്ഷമായി സമ്മതിച്ചത്. ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി വന്നാൽ ഞങ്ങൾ അത് ഉപയോഗിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിയന്നയിൽ ഒരു രഹസ്യ ഇടനാഴിയിൽ നിന്നും പരസ്യമായ ഒരു മാധ്യമ അഭിമുഖത്തിലേക്ക് എത്തിയതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. ഭീഷണിയിൽ നിന്നും ബ്ലാക്ക്മെയിലേക്കുള്ള പരിണാമമാണ് മറ്റൊന്ന്. 1983 വിയന്നയിലെ രഹസ്യ മുന്നറിയിപ്പ്, 1987 ഖാന്റെ പരസ്യമായ അഭിമുഖം, ഇന്ന് ജനറൽ അസീം മുനീറിന്റേതായി ആരോപിക്കപ്പെടുന്ന ഭീഷണി എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ ആണവ നയത്തിലെ അപകടകരമായ പരിണാമം നമുക്ക് വ്യക്തമാകും. കഹൂട്ടയ്ക്ക് പകരം ബാർക്ക് എന്ന വ്യക്തമായ ലക്ഷ്യം പറഞ്ഞതിൽ നിന്നും ലോകത്തിന്റെ പകുതി നശിപ്പിക്കുമെന്ന അതിരുകളില്ലാത്ത ഭീഷണിയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇത് പാകിസ്ഥാന്റെ ആണവ നയം പ്രതിരോധത്തിൽ നിന്നും ആക്രമണോത്സുകമായ ബ്ലാക്ക്മെയിലേക്ക് എത്ര ദൂരം സഞ്ചരിച്ചുവെന്നും വ്യക്തമാക്കുന്നു. 1980കളിൽ ഇന്ത്യയും ഇസ്രായേലും മുൻകൂട്ടി കണ്ട അപകടം എത്രത്തോളം ശരിയായിരുന്നുവെന്ന് ഇന്നത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. ഓപ്പറേഷൻ കഹൂട്ട പോലെയുള്ള ഒരു മുൻകൂർ ആക്രമണം നടക്കാതെ പോയത് ഒരുപക്ഷെ ഒരു യുദ്ധം ഒഴിവാക്കിയിരിക്കാം. എന്നാൽ അത് പാകിസ്ഥാന് തങ്ങളുടെ ആണവ പദ്ധതി പൂർത്തിയാക്കാനും അതിനൊരു ഭീഷണിയുടെ കവചമായി ഉപയോഗിക്കാനും അവസരം നൽകി. മുനീർ അഹമ്മദ് ഖാന്റെ രഹസ്യ മുന്നറിയിപ്പിൽ നിന്നും ജനറൽ അസീം മുനീറിന്റെ പരസ്യമായ ആഗോള ഭീഷണിയിലേക്കുള്ള ഈ യാത്ര പാകിസ്ഥാൻ എന്ന ആണവ രാഷ്ട്രം ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ കഹൂട്ടയിലെയും ബ്രാസ് ടാക്സിലെയും ചരിത്രം കേവലം ഒരു പഴയ രഹസ്യമല്ല, മറിച്ച് വർത്തമാനകാലത്തെ ആഗോള രാഷ്ട്രീയത്തെയും സുരക്ഷാ ഭീഷണികളെയും മനസ്സിലാക്കാനുള്ള നിർണായകമായ താക്കോലാണ്.